നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സഹകരണ ഓണം വിപണി ഇന്ന് ആരംഭിക്കും. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്റ്റാച്യു പരിസരത്ത് സജ്ജീകരിച്ച വേദിയിലാണ് ഉദ്ഘാടനം. മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷനാകും. മന്ത്രി വി. ശിവൻകുട്ടി പങ്കെടുക്കും. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടെയാണ് ഓണവിപണി ഒരുക്കുന്നത്. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of വെങ്ങണശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. തിരുവിതാംകൂർ സഹകരണ സംഘ തട്ടിപ്പിൽ വഴിമുട്ടി കലാകാരിയും. തിരുവിതാംകൂർ സഹകരണ ബാങ്കിന്റെ നിക്ഷേപ തട്ടിപ്പിന് ഇരയായതായി വെളിപ്പെടുത്തി ചിത്രകാരി സജിത ആർ ശങ്കർ. 10 വർഷത്തിനിടയിൽ ലഭിച്ച അവാർഡ് തുകയും ചിത്രങ്ങൾ വിറ്റുകിട്ടിയ തുകയും സംഘത്തിൽ നിക്ഷേപിച്ചെന്നും മുതലും പലിശയും തിരിച്ചു നൽകുന്നില്ലെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു സങ്കടം രേഖപ്പെടുത്തുന്നു എന്ന തലക്കെട്ടോടെയാണ് സജിത ആർ ശങ്കർ താൻ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ വിവരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തനിക്ക് കിട്ടിയ അവാർഡ്, പണവും ചിത്രങ്ങൾ വിറ്റ് കിട്ടിയ സമ്പാദ്യവുമൊക്കെ തകരപ്പറമ്പിലുള്ള തിരുവിതാംകൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു. അതിൻ്റെ പലിശയിലാണ് ജീവിച്ചു പോരുന്നത്. മറ്റൊരു ജോലിക്കും പോകാതെ മുഴുവൻ സമയവും കലാപ്രവർത്തനവുമായി കഴിഞ്ഞിരുന്ന തൻ്റെ അതിജീവനം പ്രതിസന്ധിയിലായിരിക്കുന്നു. 1.5 വർഷമായി ബാങ്കിൽ പോയി നിരാഹാരമിരുന്നും സമരം ചെയ്തും പലപ്പോഴായി ചെറിയ തുക തന്നു. ഇന്നിപ്പോൾ മുതലുമില്ല പലിശയും ഇല്ലാതായി എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. BJP മുൻ സംസ്ഥാന വക്താവ് MS കുമാർ പ്രസിഡന്റായിരുന്ന സംഘമാണ് തിരുവിതാംകൂർ 42 കോടിയോളം രൂപയുടെ ക്രമക്കേട് ബാങ്കിൽ നടന്നതായി ആരോപിച്ച് നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഫോർട്ട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിലായി 58 കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തു. MS കുമാറാണ് കേസിലെ 1-ാം പ്രതി. സഹകരണ മേഖലയിൽ പുറത്തുവരുന്ന തട്ടിപ്പുകളെ അവഗണിക്കാൻ കഴിയാത്ത നിലയിലേക്ക് വളരുകയാണ്. ഇനിയും കൂടുതൽ തിരുത്തൽ നടപടികൾ ഈ മേഖല ആവശ്യപ്പെടുന്നു എന്നാണ് സജിതയുടെ പ്രശ്നം നമ്മോട് വെളിപ്പെടുത്തുന്നത്. സഹകരണ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KCEU JR ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സഹകരണ ചട്ട ഭേദഗതികളിലെ പോരായ്മ തിരുത്തുക, ശമ്പള പരിഷ്കരണം നടത്തുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക എന്നിവയാണ് സമര മുദ്രാവാക്യങ്ങളിൽ പ്രധാനം. സമരത്തിലെ ജീവനക്കാരുടെ സജീവ പങ്കാളിത്തം സമരത്തിന്റെ അടിയന്തര സാഹചര്യം വിളിച്ചോതുന്നതായി. സ്ഥലം മാറ്റാനുള്ള അപേക്ഷ 3 സെന്റ് 4 സെന്റ് 5 സെന്റ് ഒരു വീട് വെക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചെല്ലുന്ന ആൾക്ക് സ്ഥലം മാറ്റാൻ വേണ്ടി ഈ സമയത്ത് 25 ഏക്കറിന് ഇവരെങ്ങനെയാണ് ഈ സ്ഥലം മാറ്റി കൊടുക്കുന്നത്? ഇവിടെ നേരത്തെ കളക്ടർ അവസാനം നമ്മുടെ മൂത്തകുന്നം വടക്കേട് പഞ്ചായത്തിലേക്കുള്ള ഒരു സജീവൻ എന്ന് പറഞ്ഞ ഒരാള് ഈ വീട് വെക്കാൻ വേണ്ടി 4.5 സെന്റിന് വേണ്ടി നടന്ന് കാല് പോയിട്ട് ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം ജാഫർ മാലിക്ക് കർണാടക കൊട്ടിയെന്ന് വീട്ടിൽ അനുവദിച്ചുകൊണ്ട് അതായത് തലേദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇവിടെ 22,000 അപേക്ഷ. പാപ്പിനിവട്ടം സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ നൽകി. ചെക്ക് ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥനിൽ നിന്നും ET ടൈസൺ MLA ഏറ്റുവാങ്ങി. ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ, ഭരണസമിതി അംഗങ്ങളായ EK ബിജു, PK ഷംസുദ്ദീൻ, സണ്ണി മാധവ്, സെക്രട്ടറി ഇൻചാർജ് TC സിനി എന്നിവർ സംസാരിച്ചു. ക്ലാർക്ക് MG ബിജുവിന്റെ നേതൃത്വത്തിൽ 2 വർഷമായി ബാങ്കിന്റെ അങ്കണത്തിൽ കൃഷി നടത്തി വരികയാണ്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PG ഷിബു, ബോർഡ് അംഗങ്ങളായ KG അലോഷ്യസ്, അരുൺ ബാബു, കൃഷി ഓഫീസർ ഏഞ്ചല സിറിയക്ക്, ബാങ്ക് സെക്രട്ടറി TR കൃഷ്ണകുമാർ, M ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു. കഴിഞ്ഞ ഓണത്തിനും പുഷ്പകൃഷിയും പച്ചക്കറിയുടെയും വിളവെടുപ്പും നടത്തിയിരുന്നു. ഒക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒക്കലിൽ ആരംഭിച്ച പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ശ്രീ സാജു പോൾ മുൻ MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് TV മോഹനൻ അധ്യക്ഷനായി. ബാങ്കിന് സമീപമുള്ള പച്ചക്കറി സ്റ്റോളിലും പെരുമ്പാവൂർ പ്രവർത്തിക്കുന്ന കോപ്പ് മാർട്ടിലും പുഷ്പങ്ങൾ ലഭിക്കുന്നതാണ്.